ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ കൂടി പരിചയപ്പെടുത്തുക. ഇവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവരെ കഴിച്ചു നോക്കുക. നമുക്കിത് അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങ, വറുത്തരിപ്പൊടി, ഇതിന് നമ്മൾ ചക്കയൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഉപ്പ് എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ചത് ഒഴിച്ച് കൊടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ഇടിയപ്പത്തിന് വെള്ളം എടുക്കുന്ന പോലെ തന്നെ വെള്ളം എടുക്കുക. ഇവിടെ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് പൊടി എടുത്തിട്ട് ഓരോ പൊടിയുടെ അനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്, ഒരു ശകലം മയത്തിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് നെയ്യൊക്കെ വേണ്ടുന്നവർ ഒഴിച്ചാൽ മതി. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയാലും നെയ്യ് ഒഴിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തരിയില്ലാതെ എടുക്കണം. അഥവാ തരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ വലിയ അരിപ്പയ്ക്കകത്ത് നല്ലപോലെ വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിൻ്റെ അതേ പ്രോസസ്സ് തന്നെയാണ്. ചക്ക ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചക്കയുടെയൊക്കെ സീസണാണ്. ചക്കയൊന്നും വെറുതെ കളയേണ്ട കാര്യമില്ല. ചക്ക ഉള്ളവർക്ക് പച്ചച്ചക്ക ഏറ്റവും നല്ലതാണ്. ഇങ്ങനെയൊക്കെ കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുതിയ വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒക്കില്ല. ഫ്രഷായിട്ട് കിട്ടും. നല്ലൊരു ക്രീമി കളറാണ്. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആവശ്യത്തിന് പൊടിയുടെ അനുസരിച്ച് പൊടിയുടെ 1.5 ഇരട്ടി വെള്ളം വേണം നമ്മൾ ഒഴിക്കാൻ സാധാരണ. അതല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ശകലം തിളച്ച വെള്ളം മാറ്റി വെച്ചിരുന്ന് വേണ്ടുമ്പോൾ ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോവരുത്. കൂടിപ്പോയാൽ പൊടി ഇച്ചിരി ഇട്ടാൽ മതി. പിന്നെ ക്വാണ്ടിറ്റി കൂടിപ്പോകുമെന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു ചെറിയ മണവും ഒക്കെ ഉണ്ട്. ആള് കൂടുതലുള്ളിടത്ത് ക്വാണ്ടിറ്റി കൂടുതൽ പൊടി വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് ചക്കയും ചേർക്കുക. അപ്പം നമ്മുടെ മാവെല്ലാം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. അടിക്കൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചത് കൊണ്ടാണ് നമുക്കങ്ങനെ അടിക്ക് പിടിക്കാതെ കിട്ടുന്നത്. നെയ്യ് ഒഴിക്കുമ്പം പീച്ചുന്നതിനും പാടില്ല. ഒരു നല്ല ടേസ്റ്റ്. ഇത് നന്നായിട്ടൊന്ന് ആറുമ്പം നമുക്ക് കൈകൊണ്ട് ഒന്നുകൊണ്ടൊന്ന് കുഴച്ചെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജോലി. പെട്ടെന്ന് തന്നെ ഒട്ടലൊന്നുമില്ല. ഒന്ന് ആറട്ടെ ജോലി. നമ്മുടെ മാവെല്ലാം നന്നായിട്ട് തടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നല്ല മയത്തിൽ നണ്ടുണ്ട്, മയമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഇടുകയാണ്. തേങ്ങ എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ മാവ് നരിയിലാക്കിയിട്ടുണ്ട്. പീച്ചുന്നതിനൊന്നും ഒരു പാടുമില്ല. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് പീച്ചി കിട്ടുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ വെറൈറ്റികളൊക്കെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾ ചക്ക തിന്നാൻ മടിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് അതിൻ്റെ ഗുണം ഉള്ളിൽ കൊടുക്കാൻ നോക്കും. വെറൈറ്റി പലഹാരങ്ങൾ കൊടുക്കാൻ നോക്കും. ഇപ്പം കണ്ടില്ലേ, നല്ലൊരു ക്രീമി കളറാണ്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പീച്ചുന്നതിനൊന്നും ഒരു പാടുമില്ല, കണ്ടില്ലേ? നമ്മൾ സാധാ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ ജോലിയൊക്കെ തന്നെ ഉള്ളൂ. ആൾ കുറവുള്ളിടത്തൊക്കെ നമുക്ക് എളുപ്പം ആക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു പുതിയ പലഹാരമാണ്. ആരും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുക. നമുക്ക് ഇതൊരു 2 മിനിറ്റ് വെന്താൽ മതി. അപ്പം നമ്മുടെ ഇടിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും ഇത് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കാം. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നോൺ വെജിൻ്റെയും വെജിൻ്റെയും കൂടെ കഴിക്കാവുന്ന ഒരു ഇടിയപ്പമാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.